ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. 2016 ഓഗസ്റ്റ് 3-ാം തീയതി എമിറേറ്റ്സിൻ്റെ ബോയിങ് 777 വിമാനം ദുബായിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്ത് വരികയാണ്. ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ എയർക്രാഫ്റ്റിൻ്റെ മുന്നിലൂടെ ശക്തിയായിട്ടുള്ള കാറ്റ് വീശാൻ തുടങ്ങി. എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യാൻ ക്യാപ്റ്റൻ ശ്രമിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. എയർക്രാഫ്റ്റ് ഗോ റൗണ്ട് ചെയ്യാമെന്ന് അദ്ദേഹം വിചാരിക്കുകയും ആ കോൾ ഔട്ട് കൊടുക്കുകയും ചെയ്തു. എയർക്രാഫ്റ്റ് ഉയർന്ന് ഫ്ലൈ ചെയ്യുന്നതിന് പകരം സ്പീഡ് കുറയുകയും താഴെ റൺവേയിൽ വന്ന് വീഴുകയുമായിരുന്നു. എമിറേറ്റ്സിൻ്റെ 35 വർഷത്തെ ഹിസ്റ്ററിയിലെ ഒരു ഫേറ്റൽ ആക്സിഡൻ്റ് ആയിരുന്നു ഇത്. എന്നാൽ എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? ഇന്നത്തെ വീഡിയോ എമിറേറ്റ്സിൻ്റെ 521 എന്ന അപകടത്തിൻ്റെതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് നമ്പർ 521 തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അന്ന് എയർക്രാഫ്റ്റിൽ ഫ്ലൈ ചെയ്യുന്നത് 282 യാത്രക്കാരും 18 ക്രൂ മെമ്പേഴ്സുമാണ്. ഇതിൽ 12 ക്യാബിൻ ക്രൂ മെമ്പേഴ്സും 2 പൈലറ്റ്സും ഉണ്ട്. അന്നത്തെ എയർക്രാഫ്റ്റിൻ്റെ ക്യാപ്റ്റൻ UAE നാഷണലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഫ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് ഓഫീസർ ഓസ്ട്രേലിയൻ നാഷണലാണ്. രണ്ടുപേരും ആവറേജ് പൈലറ്റ്സ് ആണ്. ഇവരുടെ കൂടെ അന്ന് ഫ്ലൈ ചെയ്യുന്ന യാത്രക്കാരിൽ ഫാമിലീസ് ഉണ്ട്, കുട്ടികളുണ്ട്. അന്ന് ബോയിങ് 777 വിമാനമാണ് എമിറേറ്റ്സ് ഉപയോഗിക്കുന്നത്. അന്നത്തെ വിമാനത്തിന് യാതൊരു രീതിയിലുള്ള ടെക്നിക്കൽ പ്രോബ്ലംസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എയർക്രാഫ്റ്റിൻ്റെ പ്രീ ഡിപ്പാർച്ചർ ഡോക്യുമെൻറ്റ്സ് വർക്കെല്ലാം തന്നെ കഴിഞ്ഞു. ATCA പൈലറ്റ്സ് കോൺടാക്ട് ചെയ്തു. പുഷ് ബാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ചോദിച്ചു. അങ്ങനെ പതിയെ ഗേറ്റിൽ നിന്നും പുഷ് ബാക്ക് ചെയ്ത എയർക്രാഫ്റ്റ് ടാക്സി ചെയ്യുകയും റൺവേയിൽ എത്തുകയും ചെയ്തു. റൺവേയിൽ എത്തിയ എയർക്രാഫ്റ്റ് റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിച്ച ഉടനെ തന്നെ ഇന്ത്യൻ ടൈം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയപ്പോഴാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. Echo Kilo 521. Continue for north departure. Feet. Altimeter 29.92. ടേക്ക് ഓഫ് ചെയ്ത എയർക്രാഫ്റ്റ് തിരുവനന്തപുരത്ത് നിന്നും UAE ലക്ഷ്യമാക്കി ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. 3.5 മണിക്കൂറാണ് അന്ന് തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് എടുക്കുന്ന ഫ്ലൈയിങ് ടൈം. അങ്ങനെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു 3.5 മണിക്കൂറും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും കോക്പിറ്റിലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ ക്യാബിനിലോ ഉണ്ടായിരുന്നില്ല. യാത്രക്കാരെല്ലാം തന്നെ മീൽ സർവീസ് എല്ലാം കഴിഞ്ഞ് ദുബായിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ എയർക്രാഫ്റ്റ് ഏകദേശം 12 മണി കഴിഞ്ഞ് 31 ആയപ്പോഴേക്കും ദുബായിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ATCA പൈലറ്റ്സ് കോൺടാക്ട് ചെയ്തു. 1-2 ലെഫ്റ്റ് എന്ന റൺവേ ആണ് ATC അസൈൻ ചെയ്ത് കൊടുത്തത് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട്. അന്ന് ലാൻഡിങ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ദുബായിലെ വെതർ അത്ര നല്ലതായിരുന്നില്ല. ഭയങ്കര ചൂടായിരുന്നു അന്ന് ദുബായിൽ. ഏകദേശം 49 ഡിഗ്രിയോളം അടുപ്പിച്ച് അന്ന് കാലാവസ്ഥ ഉണ്ട്. അങ്ങനെ ഈ മരുഭൂമിയിലെ ചൂട് കൂടിയതും അതുപോലെ കടലിൽ നിന്നുള്ള തണുത്ത കാറ്റടിക്കുന്നതും വളരെ ഒരു പ്രഷർ ചേഞ്ച് റൺവേയിൽ ഉണ്ടാക്കുകയുണ്ടായി. ഈ റൺവേ 12L എന്ന് പറയുന്ന റൺവേയുടെ മറുവശത്ത് 30R എന്ന റൺവേ നമ്പറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 റൺവേയിലും അന്ന് ഏകദേശം 13 നോട്ടിനോട് അടുപ്പിച്ചിട്ട് ടെയിൽ വിൻഡ് ഉണ്ട്. എയർക്രാഫ്റ്റിൻ്റെ പുറകിൽ നിന്നും വീശുന്ന കാറ്റിനെയാണ് ടെയിൽ വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടെയിൽ വിൻഡ് ഉള്ളത് കൊണ്ട് തന്നെ പൈലറ്റ്സ് അത് പ്രിപ്പയർ ചെയ്തതുകൊണ്ടാണ് അന്നത്തെ ലാൻഡിംഗ് ഡിസ്കഷൻസ് എല്ലാം തന്നെ ചെയ്തതും ലാൻഡിംഗ് ബ്രീഫിംഗ് ചെയ്തതും. അങ്ങനെ എമിറേറ്റ്സ് 521 എന്ന ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് 2 എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ഈ സെയിം റൺവേയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും എന്നാൽ അവർക്കത് ചെയ്യാൻ പറ്റാതെ ലാൻഡിംഗ് അബോട്ടായി അവർ ടേക്ക് ഓഫ് ചെയ്ത് പോവുകയും ചെയ്തു. എന്നാൽ എന്തുകൊണ്ടാണ് ലാൻഡിംഗ് ചെയ്യാതെ തങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ഗോ അറൗണ്ട് ചെയ്ത് പോകുന്നത് എന്ന് ആ 2 എയർക്രാഫ്റ്റിൻ്റെ പൈലറ്റ്സും ATCയെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് ATC ചോദിക്കുകയും ചെയ്തില്ല. അപ്പോൾ അന്നത്തെ റൺവേയിൽ ഈ ടെയിൽ വിൻഡ്, പ്രഷറിൻ്റെ ചേഞ്ച്, അതുപോലെ തന്നെ വളരെ കഠിനമായ ചൂട്, ഇതെല്ലാം കൊണ്ട് തന്നെ വിൻഷിയർ എന്നൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു. വിൻഷിയർ എന്ന് പറയുന്നത് കാറ്റിൻ്റെ ഡയറക്ഷനിലോ സ്പീഡിലോ ഉണ്ടാകുന്ന വളരെ പെട്ടെന്നുള്ള മാറ്റമാണ്. അത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും വളരെയധികം ഡേഞ്ചറസ് ആണ്. വിൻഷിയർ കൊണ്ടുണ്ടായിട്ടുള്ള പല അപകടങ്ങളും ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുണ്ട്. ചിലതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലാണ് എമിറേറ്റ്സിൻ്റെ 521 എന്ന എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടി ലൈനപ്പ് ചെയ്യുന്നത്. എന്നാൽ ഈ വിൻഷിയർ എന്നുള്ളൊരു പ്രതിഭാസം ആ റൺവേയിൽ ഉണ്ട് എന്നുള്ളത് ATCക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവരത് പൈലറ്റ്സിനെ ഇൻഫോം ചെയ്യുകയും ചെയ്തില്ല.
വളരെ മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ വെതർ ചേഞ്ച് മാത്രമാണ് തങ്ങളുടെ കയ്യിലുള്ള വെതർ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പൈലറ്റ്സ് അന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നുള്ളൂ. ക്യാപ്റ്റനാണ് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്, ഫസ്റ്റ് ഓഫീസറാണ് എയർക്രാഫ്റ്റ് മോണിറ്റർ ചെയ്യുന്നത്. അങ്ങനെ ATCയിൽ നിന്നും പെർമിഷൻ ലഭിച്ച ഉടനെ തന്നെ എയർക്രാഫ്റ്റ് ലാൻഡിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ആരംഭിച്ചു. ഗോ അറൗണ്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ടെയിൽവിൻഡ് അല്ലാതെ ആ സമയത്ത് മറ്റൊരു പ്രശ്നവും പൈലറ്റ്സിനെ അലട്ടിയിരുന്നില്ല. 12:37 ആയപ്പോഴേക്കും എയർക്രാഫ്റ്റ് റൺവേയിലേക്ക് അപ്രോച്ച് ചെയ്തു വന്നു. ഈ സമയം മുതൽ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് തന്നെയാണ് എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിൽ സംഭവിച്ചത്. റൺവേയുടെ ചൂട് ഈ സമയമായപ്പോഴേക്കും ഏകദേശം 60 ഡിഗ്രിയിൽ കൂടുതലായി കഴിഞ്ഞിരുന്നു. ഈ ചൂടുവായു മുകളിലേക്ക് ഉയർന്നു പൊങ്ങുകയും എയർക്രാഫ്റ്റിൻ്റെ ഡിസെൻറ്റ് റേറ്റിനെ ബാധിക്കുകയും ചെയ്തു. എയർക്രാഫ്റ്റ് റൺവേയുടെ മുകളിൽ 10 അടി ഉയരത്തിലെത്തിയ സമയത്താണ് ഡയറക്റ്റ് വിൻഡ് ഷിയറിലേക്ക് ഫ്ലൈ ചെയ്ത് കയറുന്നത്. ഈ സമയത്ത് കാറ്റിൻ്റെ ഗതി വളരെ പെട്ടെന്ന് മാറുകയും ടെയിൽ സൈഡിൽ നിന്നും വീശിക്കൊണ്ടിരുന്ന കാറ്റ് എയർക്രാഫ്റ്റിൻ്റെ മുന്നിൽ നിന്നും വീശാൻ തുടങ്ങി. അതായത് ടെയിൽ വിൻഡ് ഹെഡ് വിൻഡായി മാറുകയുണ്ടായി. എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് വർദ്ധിക്കുകയും ചെയ്തു. എയർക്രാഫ്റ്റ് താഴെ ലാൻഡ് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. തെർമൽസ് എന്ന് അദ്ദേഹം ഫസ്റ്റ് ഓഫീസറിനോട് വിളിച്ചു പറയുകയും ഈ സമയത്ത് എല്ലാം വളരെ ശക്തിയായിട്ടുള്ള രീതിയിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഈ കാറ്റ് മൂലം എയർക്രാഫ്റ്റ് ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ എയർക്രാഫ്റ്റ് വലതുവശത്തേക്ക് സ്ലൈറ്റ് ആയിട്ടൊന്ന് ടേൺ ചെയ്തു. ഈ സമയത്താണ് എയർക്രാഫ്റ്റിൻ്റെ റൈറ്റ് സൈഡിലെ മെയിൻ ലാൻഡിംഗ് ഗിയർ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്. എന്നാൽ ഇത് ക്യാപ്റ്റന് മനസ്സിലായില്ല. തങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ക്യാപ്റ്റന് മനസ്സിലായി. ഗോ അറൗണ്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. ഗോ അറൗണ്ട് എന്ന കോൾ ഔട്ട് ചെയ്യുകയും ചെയ്തു. ബോയിങ് 777 വിമാനത്തിൽ 2 ടേക്ക് ഓഫ് ഗോ അറൗണ്ട് സ്വിച്ചസ് ആണുള്ളത്. ഇതിന് ടോഗ സ്വിച്ച് എന്നാണ് പറയുന്നത്. ഇതാണ് ഗോ അറൗണ്ട് എന്ന പ്രൊസീജിയർ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈലറ്റ്സ് ഉപയോഗിക്കുന്നത്. ഈ സ്വിച്ചസ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓട്ടോ ത്രോട്ടിൽ ഫുൾ പവർ എടുക്കുകയും ഫ്ലൈറ്റ് കമ്പ്യൂട്ടർ ഗോ അറൗണ്ട് എന്ന മോഡിലേക്ക് ചേഞ്ച് ആവുകയും ചെയ്യും. എന്നാൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് സെൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോഗ സ്വിച്ച് വർക്ക് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ത്രസ്റ്റ് മാനുവലായിട്ട് വർദ്ധിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് എയർക്രാഫ്റ്റ് ഉയർന്നു പറക്കുന്നത്. ഈ മെയിൻ ലാൻഡിംഗ് ഗിയർ റൺവേയിൽ ടച്ച് ഡൗൺ ആയ സമയത്ത് തന്നെ സെൻസർ ഡിറ്റക്ട് ചെയ്തിരുന്നു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തുവെന്ന്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ടോഗ സ്വിച്ച് പ്രസ് ചെയ്തിട്ട് പോലും എയർക്രാഫ്റ്റിൻ്റെ ത്രസ്റ്റ് ലഭിച്ചില്ല. എയർക്രാഫ്റ്റ് വളരെ ചെറുതായിട്ടൊന്ന് ഉയർന്നു പൊങ്ങുകയുണ്ടായി. പോസിറ്റീവ് ക്ലൈംബ് എന്ന് ഫസ്റ്റ് ഓഫീസർ ആ സമയത്ത് കോൾ ഔട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് കുറയുകയും എയർക്രാഫ്റ്റ് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ATCയിൽ നിന്നും കൺട്രോളർ ഈ എയർക്രാഫ്റ്റിൻ്റെ ഗോ അറൗണ്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ എയർക്രാഫ്റ്റിലേക്ക് വിളിച്ചിട്ട് 4000 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫീസറോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് അക്നോളജ് ചെയ്തെങ്കിൽ പോലും എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്നായിരുന്നു താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നത്. ഈ സമയത്ത് വിൻഷിയർ ആയിരിക്കും പ്രശ്നം എന്നാണ് ക്യാപ്റ്റൻ ആദ്യം മനസ്സിലാക്കിയത് അല്ലെങ്കിൽ വിചാരിച്ചത്. അങ്ങനെ വളരെ പെട്ടെന്ന് ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നോക്കിയ സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് എയർക്രാഫ്റ്റിന് ഉയർന്നു പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള ത്രസ്റ്റ് ലഭിച്ചിട്ടില്ല, എയർക്രാഫ്റ്റ് താഴേക്ക് തന്നെ വരികയാണെന്നുള്ളത്. ഈ സമയത്ത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, കാരണം വളരെയധികം വൈകിപ്പോയിരുന്നു. ബോയിങ് 777 വിമാനം വളരെ പെട്ടെന്ന് റൺവേയിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. ലാൻഡിംഗ് ഗിയർ ഗോ അറൗണ്ടിൻ്റെ സമയത്ത് തന്നെ ക്യാപ്റ്റൻ റിട്രാക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് ബെല്ലി ലാൻഡിംഗ് ചെയ്യുകയാണ് ചെയ്തത്. 800 മീറ്റർ നിരങ്ങി നീങ്ങിയ എയർക്രാഫ്റ്റിൽ നിന്നും സ്പാർക്സ് ഉണ്ടാവാൻ തുടങ്ങി. എൻജിൻ വിമാനത്തിൽ നിന്നും വേർപ്പെടുകയും റൺവേ 1-2 ലെഫ്റ്റിൻ്റെ സൈഡിലുള്ള ടാക്സി വേയിൽ എയർക്രാഫ്റ്റ് നിരങ്ങി നിൽക്കുകയും ചെയ്തു. എയർക്രാഫ്റ്റിൻ്റെ ചുറ്റും പൊടിപടലവും പുകയും വന്ന് മറഞ്ഞിരുന്നു. എയർക്രാഫ്റ്റിൻ്റെ ക്യാബിനകത്ത് യാത്രക്കാർക്കൊന്നും തന്നെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും എയർക്രാഫ്റ്റിൻ്റെ മെയിൻ ലാൻഡിംഗ് ഗിയർ ബേയിൽ നിന്നും തീ പടരാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ക്യാബിനകത്ത് സ്മോക്ക് വരാൻ തുടങ്ങിയിരുന്നു. ഈ 300 പേർക്കും എയർക്രാഫ്റ്റിനകത്തുനിന്ന് വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം. ക്യാപ്റ്റൻ ഉടനെ തന്നെ മെയ്ഡേ കോൾ ATCക്ക് നൽകുകയും അദ്ദേഹം ഇവാക്യുവേഷൻ കമാൻഡ് ക്യാബിൻ ക്രൂവിന് നൽകുകയും ചെയ്തു. ഇവാക്യുവേഷൻ കമാൻഡ് ലഭിച്ച ഉടനെ തന്നെ ക്യാബിൻ ക്രൂ എല്ലാ എക്സിറ്റും ഓപ്പൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തെങ്കിൽ പോലും അവർക്കത് സാധിച്ചില്ല. ചില എക്സിറ്റ് ജാമായി പോയിരുന്നു. പല എക്സിറ്റിൻ്റെ പുറത്തും സ്ലൈഡ് ഇൻഫ്ലേറ്റ് ചെയ്തെങ്കിൽ പോലും അത് വളരെ ശക്തിയായിട്ടുള്ള കാറ്റിൽ പറന്നു പോവുകയാണ് ചെയ്തത്. അങ്ങനെ 3 എക്സിറ്റ് മാത്രമാണ് എയർക്രാഫ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നത്. ഈ 3 എണ്ണവും ബാക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 282 യാത്രക്കാർക്കും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനും പുറകിലൂടെയാണ് ആദ്യം തന്നെ ഇവാക്യുവേറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഈ സമയത്ത് ഓൾറെഡി ATC കൺട്രോളർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ അങ്ങോട്ട് അയച്ചിരുന്നു. അവർ വളരെ പെട്ടെന്ന് വരികയും എയർക്രാഫ്റ്റിന് ചുറ്റും സ്പ്രേ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. എങ്കിൽ ഫയർ ഫൈറ്റിംഗ് ടീമിലൊന്നും ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല ആദ്യമേ. അതുകൊണ്ട് തന്നെ തീ കണ്ട ഭാഗത്ത് മാത്രമായിരുന്നു അവർ സ്പ്രേ ചെയ്തത്. എവിടെയാണ് മെയിൻ സോഴ്സ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ആദ്യം സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീടും തീ പടരുകയാണ് ചെയ്തത്. യാത്രക്കാർ ഇവാക്യുവേറ്റ് ചെയ്തു വരുന്ന സ്ഥലത്തായിരുന്നു ഫയർ ട്രക്സ് എല്ലാം തന്നെ പാർക്ക് ചെയ്തിരുന്നത്. യാത്രക്കാർ ഇവാക്യുവേറ്റ് ചെയ്ത് ഉടനെ തന്നെ അവരെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു ദൂരെയുള്ള സ്ഥലത്തേക്ക് അസംബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരും ആ സമയത്ത് തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആരും ഏറ്റെടുത്തിരുന്നില്ല.
വളരെ പെട്ടെന്ന് കോക്പിറ്റിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങിയ കമാൻഡർ തന്നെയാണ് എല്ലാ ഇവാക്യുവേഷനും കോർഡിനേറ്റ് ചെയ്തതും എയർക്രാഫ്റ്റിൻ്റെ സീനിയർ ക്യാബിൻ ക്രൂ മെമ്പറും കൂടെയാണ് എല്ലാ യാത്രക്കാരെയും പുറത്തേക്ക് എത്തിച്ചത്. ഇതിനിടയ്ക്ക് മറ്റൊരു എക്സിറ്റും കൂടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ക്യാബിൻ ക്രൂ ആ എക്സിറ്റ് ഓപ്പൺ ചെയ്യുകയും അവിടെ നിന്നും പാസഞ്ചേഴ്സിനെ ഇവാക്യുവേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. യാത്രക്കാരെല്ലാവരും തന്നെ ബാഗ്സ് എടുത്തുകൊണ്ടാണ് ഇവിടെ നിന്നും ഇവാക്യുവേറ്റ് ചെയ്തത്. 90 സെക്കൻഡിൽ ഇവാക്യുവേറ്റ് ചെയ്യേണ്ട എയർക്രാഫ്റ്റിൽ നിന്നും ഇവാക്യുവേഷൻ തീർന്നത് 7 മിനിറ്റുകൾക്കുള്ളിലാണ്. അത് വളരെയധികം നീണ്ടൊരു സമയം തന്നെയായിരുന്നു. ഈ സമയമായപ്പോഴേക്കും എയർക്രാഫ്റ്റിൻ്റെ എൻജിൻസിലെല്ലാം തന്നെ തീപിടിക്കാൻ തുടങ്ങിയിരുന്നു. ഇവാക്യുവേഷന് ശേഷം നടത്തിയ ഹെഡ് കൗണ്ടിലാണ് എല്ലാ യാത്രക്കാരും രക്ഷപ്പെട്ടു എന്ന ക്രൂവിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ചില ക്രൂവിനെല്ലാം തന്നെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു, പക്ഷേ യാത്രക്കാർക്കൊക്കെ വളരെ മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്തുണ്ടായ വലിയൊരു എക്സ്പ്ലോഷനിൽ എയർക്രാഫ്റ്റിൻ്റെ വിങ് ഭാഗം വന്ന ഒരു ഫയർ ഫൈറ്ററിൻ്റെ മേൽ വീഴുകയും അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ചെയ്തു. എമിറേറ്റ്സിൻ്റെ ഇങ്ങനെയൊരു അപകടം വളരെ പെട്ടെന്നായിരുന്നു ശ്രദ്ധ നേടിയെടുത്തത്. ദുബായിലെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വളരെ പെട്ടെന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആദ്യം പൈലറ്റ്സിനെ ഇൻ്റർവ്യൂ ചെയ്തു, പിന്നീട് ക്യാബിൻ ക്രൂവിനെ ഇൻ്റർവ്യൂ ചെയ്തു, ചില യാത്രക്കാരെയും അവർ ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി. പിന്നീട് കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും പരിശോധിച്ച സമയത്ത് ഒരു ജനറൽ പിക്ചർ അവർക്ക് ലഭിച്ചെങ്കിൽ പോലും പിന്നീട് നീണ്ട ഒരു അന്വേഷണം നടത്തുകയുണ്ടായി ബോയിങ്ങിൻ്റെ സഹായത്തോടു കൂടി. 2020 ഫെബ്രുവരിയിലാണ് GCCA ഈ ഫൈനൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. പ്രധാന കാരണം കാലാവസ്ഥ തന്നെയായിരുന്നു. വിൻഷിയർ ഉണ്ട് എന്ന് പൈലറ്റ്സിന് അറിയുമായിരുന്നെങ്കിൽ റെഗുലർ ഗോ അറൗണ്ടിന് പകരം വിൻഷിയർ മനോവർ ഗോ അറൗണ്ട് അവർ യൂസ് ചെയ്യുമായിരുന്നു. ഈ വിൻഷിയർ ഗോ അറൗണ്ടിൽ പൈലറ്റ്സിന് മാനുവലായി തന്നെ വേണം മാക്സിമം ത്രസ്റ്റ് നൽകാൻ. ടോഗ സ്വിച്ചിനെ ട്രസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ ക്രാഷ് സംഭവിക്കില്ലായിരുന്നു. രണ്ടാമത്തെ കാരണം ടോഗ സ്വിച്ച് വർക്ക് ചെയ്തിരുന്നില്ല എന്ന് പൈലറ്റ്സിന് മനസ്സിലായില്ല. എയർക്രാഫ്റ്റ് ഓൺ ഗ്രൗണ്ട് ആണെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്നതിനെപ്പറ്റി കാര്യമായിട്ട് ട്രെയിനിങ് പൈലറ്റ്സിന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ കാരണം 2 പൈലറ്റ്സും എൻജിൻ ത്രസ്റ്റ് നോട്ടീസ് ചെയ്തില്ല എന്നതാണ്. ഇത് ഫസ്റ്റ് ഓഫീസറിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു, കാരണം അദ്ദേഹമായിരുന്നു എയർക്രാഫ്റ്റ് മോണിറ്റർ ചെയ്തിരുന്നത്. ഉപയോഗിക്കാൻ സാധിക്കാത്ത സ്ലൈഡ്സും വളരെ വലിയൊരു കൺസേൺ തന്നെയായിരുന്നു. 40ഓളം സേഫ്റ്റി റെക്കമെൻഡേഷൻസ് ആണ് എമിറേറ്റ്സിന് പിന്നീട് GCCA നൽകിയത്. ഇവാക്യുവേഷൻ ചെക്ക് ലിസ്റ്റ് ക്രാഷിന് ശേഷം നോക്കിയെടുക്കാൻ 1 മിനിറ്റോളം പൈലറ്റ്സിന് വേണ്ടി വന്നിരുന്നു. ഇതും ഇവാക്യുവേഷൻ കമാൻഡ് നൽകാൻ വേണ്ടി ഒരു ഡിലേ വരുത്തിയിരുന്നു. ബോയിങ് 777 മാനുഫാക്ചറിങ്ങും വളരെ നല്ലത് തന്നെയായിരുന്നു, കാരണം ഇത്ര ശക്തിയിൽ ബെല്ലി ലാൻഡിംഗ് ചെയ്തിട്ട് പോലും എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്യുകയുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല എയർക്രാഫ്റ്റിൻ്റെ എയർ ഫ്രെയിം ഇൻടാക്റ്റ് ആയിരുന്നതും ഈ യാത്രക്കാർക്കെല്ലാം തന്നെ ഈ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് സഹായകരമാവുകയും ചെയ്തു. നമ്മൾ മറ്റൊരു ഇൻസിഡൻറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യാന ഇൻസിഡൻറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതും ബോയിങ് 777 വിമാനം തന്നെയായിരുന്നു. അതിനും ഇതേ സമാനമായ രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചിട്ട് പോലും ഈ എയർ ഫ്രെയിം ഇൻടാക്റ്റ് ആയിരിക്കുകയും ചെയ്തു. എയർക്രാഫ്റ്റിൽ നിന്നും കൂടുതൽ യാത്രക്കാർക്കും പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബോയിങ്ങിൻ്റെ മാനുഫാക്ചറിങ് വളരെയധികം എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടായിരുന്നു അന്ന് ദുബായിൽ എമിറേറ്റ്സ് എന്ന വിമാനത്തിൻ്റെ അപകടം സംഭവിച്ചത്. എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിൽ തീർച്ചയായിട്ടും പൈലറ്റ്സ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു അപകടം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.